പ്രീവിയസ് വീഡിയോയില് നോഡ് ജേസും അതിന്റെ ലൈബ്രറി നോഡ് മെയിലറും അതുപോലെ തന്നെ MongoDB എല്ലാം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു OTP ഇമെയിൽ ഒതന്റിക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബാക്ക് എൻഡ് കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ്മാൻ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഫസ്റ്റ് നമ്മൾ ഇമെയിൽ ID രജിസ്റ്റർ ചെയ്തു, രജിസ്റ്റർ ചെയ്ത ഇമെയിലിലേക്ക് OTP സെൻഡ് ചെയ്തു, OTP വെരിഫൈ ചെയ്തു. ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോ നമ്മൾ ബാക്ക് എൻഡ് ചെയ്തു. ഇനി ഇതിന്റെ ഫ്രണ്ട് എൻഡ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് റിക്വസ്റ്റ്, അതായത് ഫ്രണ്ട് എൻഡ് ത്രൂ നമ്മൾ ഇമെയിൽ ID രജിസ്റ്റർ ചെയ്ത് എങ്ങനെയാണ് OTP ജനറേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ കോമ്പോണൻസ് ആണ് ഡിസൈൻ ചെയ്യുന്നത് റിയാക്ട് യൂസ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇതൊരു കംപ്ലീറ്റ് മെയിൻ സ്റ്റാക്ക്, അതായത് MongoDB, റിയാക്ട്, Express.js ഫ്രെയിംവർക്ക്, Node.js യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പ്രൊജക്ട് ആണ്. അപ്പൊ ഈ ഒരു പാർട്ടും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കംപ്ലീറ്റ് പ്രൊജക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സോ ഞാൻ ഇതിന്റെ സോഴ്സ് കോഡിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെ വെബ് ഡിസൈൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി Express.jsന്റെ, React.jsന്റെ, PHPന്റെ, ജാവാസ്ക്രിപ്റ്റിന്റെ ഒക്കെ ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനതൊന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പം ബാക്ക് എൻഡിന്റെ കംപ്ലീറ്റ് സോഴ്സ് കോഡ് ഈ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിന്റെ അണ്ടറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇന്ന് നമ്മൾ ഫ്രണ്ട് എൻഡ് ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, അതായത് റിയാക്ട് കോമ്പോണൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഫസ്റ്റ് എന്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ കയറുവാണ്. എന്നിട്ട് നമ്മൾ വൈറ്റ് യൂസ് ചെയ്തിട്ട് റിയാക്ട് പ്രൊജക്ട് ആസ് യൂഷ്വൽ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. npm സ്പേസ് ക്രിയേറ്റ് വൈറ്റ് ലേറ്റസ്റ്റ്. സെയിം പ്രൊജക്ട് മതിയുള്ളതുകൊണ്ട് ഞാൻ ഡോട്ട് കൊടുത്ത് എൻ്റർ ചെയ്യുവാണ്. റിയാക്ട് ചൂസ് ചെയ്യുവാണ്. അഗൈൻ ജാവാസ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുവാണ്. ഓക്കെ, സോ നമ്മൾ റിയാക്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യണം. npm ഇൻസ്റ്റാൾ. നമുക്ക് ആവശ്യമുള്ള ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്തു. നെക്സ്റ്റ് എനിക്ക് ഇത് കൂടാതെ 2 എക്സ്റ്റേണൽ ലൈബ്രറീസ്, ഒന്ന് ആക്സിയോസ് വേണം നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ആക്സിയോസ് ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുവാണ്. അതിന്റെ കമാൻഡ് npm ഇൻസ്റ്റാൾ ആക്സിയോസ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് റിയാക്ട് പ്രൊജക്റ്റിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫൈനലി നമുക്ക് റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ രജിസ്ട്രേഷന്റെ റൗട്ട്, അത് കഴിഞ്ഞ് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും OTP ജനറേറ്റ് ചെയ്യാൻ, വൺസ് OTP ജനറേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സോ റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ട് റൗട്ടർ ഡോം ആണ് യൂസ് ചെയ്യുന്നത്. അതും കൂടെ ഇൻസ്റ്റാൾ ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഡിപ്പെൻഡൻസിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ പ്രൊജക്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. സോ ഞാൻ index.css വന്നിട്ട് കംപ്ലീറ്റ് കോഡ് ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. അതുപോലെ തന്നെ app.css വന്നിട്ട് ഈ കംപ്ലീറ്റ് കോഡ് ഒന്ന് ക്ലിയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് app.jxs ഫയലിൽ വന്ന് ഈ കോഡ് ക്ലിയർ ചെയ്തിട്ട് RAFC കോഡ് സ്നിപ്പറ്റ് യൂസ് ചെയ്തിട്ട് പുതിയൊരു ആപ്പ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ ചുമ്മാ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് റിയാക്ട് പ്രൊജക്ട് റൺ ചെയ്യാം. npm run dev, ഇതാണ് എന്റെ കമാൻഡ്. എൻ്റർ അടിക്കുക. ഇതാണ് എന്റെ URL. നമ്മുടെ പ്രൊജക്ട് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കോമ്പോണൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഈ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്, കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ കോമ്പോണൻസ് ഫോൾഡറിന്റെ അണ്ടറിൽ ഇനി നമുക്ക് 3 മെയിൻ കോമ്പോണൻസ് അല്ലേ വേണ്ടത്. ഫസ്റ്റ് നമുക്കൊരു രജിസ്ട്രേഷൻ ഫോം വേണം. വൺസ് രജിസ്റ്റർ ചെയ്താൽ OTP ജനറേറ്റ് ചെയ്യണം, 2 ടൈം വെരിഫിക്കേഷൻ. അത് കഴിഞ്ഞ് അതിന്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള OTP വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പേജ്. സോ ഫസ്റ്റ് നമുക്ക് രജിസ്റ്റർ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. ഫയൽ നെയിം ഞാൻ register.jxs എന്ന് കൊടുക്കുന്നു. RAFC കോഡ് സ്നിപ്പറ്റ് അഗൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫങ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള ഹുക്സിനെയും അതുപോലെ തന്നെ ഡിപ്പെൻഡൻസീസിനെ ഒക്കെ ഫസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഡെഫിനറ്റ് ആയിട്ടും വേണ്ടതാണ് യൂസ് സ്റ്റേറ്റ് ഹുക്ക്. കാരണം നമ്മൾ ഫോം കോമ്പോണൻസിന്റെ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമുക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്സിയോസ് ലൈബ്രറി വേണം. സോ ആക്സിയോസിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് JXSന്റെ കോമ്പോണന്റ് ഡിസൈൻ ചെയ്യാം. അപ്പൊ അതിന്റെ CSS കോമ്പോണന്റ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കോഡ് ഷെയർ ചെയ്ത് തരാം കേട്ടോ, ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്തൊന്നുമില്ല, നമുക്ക് ഓരോ ഇപ്പൊ രജിസ്ട്രേഷൻ ഫോം ആണ്, ആ ഫോമിന്റെ ഡിസൈന്, അതിൽ ഓരോ കൺട്രോൾസും, അതായത് ലേബൽ, ഇൻപുട്ട് ബോക്സ്, ബട്ടൺ, ഇതിന്റെ എല്ലാം സ്റ്റൈലും അതിന് എച്ച് ഓവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും വരണമെങ്കിൽ, അതായത് ബട്ടൺ എച്ച് ഓവർ ചെയ്യുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും, അതുപോലെ തന്നെ പാരഗ്രാഫ് ടാഗ്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ഫോമിൽ ലേബൽസും അതുപോലെ ഇൻപുട്ട് ബോക്സും
സിമ്പിൾസും ഒരു ബട്ടണും ഒക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ടാഗ് ഉണ്ടാവും എന്തെങ്കിലും ഇൻഡിക്കേഷന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റൈല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ രജിസ്റ്റർ ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനെ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഈ രജിസ്റ്റർ ഫോമില് ഇതിന്റെ കണ്ടെയ്നർ ഡിവിഷന് ക്ലാസ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്കൊരു S2 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് രജിസ്റ്റർ ഫോമിന് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഫോം കോമ്പോണന്റ് ആണ് എടുക്കുന്നത്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് 2 കൺട്രോൾസ് ആണ് ഈ കോമ്പൗണ്ടിൽ കൊടുക്കുന്നത്. ഒരു ഇമെയിൽ ഐഡിയും ഒരു പാസ്വേഡും. അത്രയുള്ളൂ നമ്മൾ രജിസ്ട്രേഷൻ ഫോമിൽ ബാക്ക് എൻഡിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അതായത് നോർമൽ ഒരു രജിസ്ട്രേഷൻ ഫോം വരുന്ന പോലെ യൂസർ നെയിമും പാസ്വേഡും പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് ചെയ്യാം. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് OTP ജനറേഷൻ ആയതുകൊണ്ട് ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇമെയിൽ ഐഡിന്റെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേബൽ ഇമെയിൽ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു ഇമെയിൽ ഐഡി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ടൈപ്പ് ആയിട്ട് ഇമെയിൽ കോമ്പോണന്റ് ആയതുകൊണ്ട് ഇമെയിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് എനിക്ക് 2 സ്റ്റേറ്റ് പ്രോപ്പർട്ടീസിന്റെ ആവശ്യമുണ്ട്. അതായത് ഇമെയിൽ ഐഡിനെയും പാസ്വേഡിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഞാൻ 2 സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ഇമെയിൽ ആണ് കൊടുക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ സെറ്റ് ഇമെയിൽ എന്ന് കൊടുക്കും. ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്തിട്ട് സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുന്നു. ഇനിഷ്യൽ വാല്യൂ എംപ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തത് പാസ്വേഡ് സെറ്റ് പാസ്വേഡ് അഗൈൻ ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്ത് എംപ്റ്റി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി വൺസ് നമ്മൾ ഈ ഇമെയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുന്നു. സെറ്റ് മെസ്സേജ് എന്നാണ് വേരിയബിൾ നെയിം കൊടുക്കുന്നത്. അഗൈൻ ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഹുക്ക്. ഇത്രയും സ്റ്റേറ്റ് പ്രോപ്പർട്ടി വേണം. ഇനി നമുക്ക് അഗൈൻ ഈ കോമ്പോണന്റിൽ തിരിച്ചു വന്നിട്ട് ഇതിന്റെ വാല്യൂ ആയിട്ട് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇമെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഓൺ ചേഞ്ച് ഇവന്റ് വേണം അല്ലേ. ഓൺ ചേഞ്ച് ഇവന്റ് സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിന്റെ വാല്യൂ തന്നെ, അതായത് e.target.value ഇതിന്റെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. സോ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ സെറ്റ് ഇമെയിൽ ഫംഗ്ഷനെ കോൾ ചെയ്ത് e.target.value ആയിട്ട് സെറ്റ് ചെയ്തു. ഓൺ ചേഞ്ച് ഇവന്റും ഇംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ തന്നെ ഞാനൊരു വാലിഡേഷൻ റെക്കോർഡും കൂടെ സെറ്റ് ചെയ്യുവാണ്. കാരണം ഇമെയിൽ ഐഡി മാൻഡേറ്ററി ആണല്ലോ. ഒരു സിമ്പിൾ വാലിഡേഷൻ സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് അഗൈൻ ഒരു പാസ്വേഡ് കൺട്രോളും കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ സെയിം ഡിവിഷൻ ഒരു ഡിവിഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ് പാസ്വേഡ് വരാൻ വേണ്ടിയിട്ട്. പാസ്വേഡിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബൽ ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് എന്ന് കൊടുക്കുന്നു. അഗൈൻ പാസ്വേഡ് വരാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ്. ഇതിന്റെ ടൈപ്പ് എന്തായിരിക്കും? പാസ്വേഡ് ആയിരിക്കും ടൈപ്പ് വരുന്നത്. അതുപോലെ തന്നെ വാല്യൂ ഇപ്പൊ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട്. ഓൺ ചേഞ്ച് ഇവന്റിനെ ട്രിഗർ ചെയ്യുമ്പം മീൻസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സെറ്റ് പാസ്വേഡ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അതിന്റെ വാല്യൂ ആയിട്ട് e.tar ഇപ്പൊ നമ്മൾ ചെയ്ത സെയിം തന്നെ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമുക്ക് വാലിഡേഷൻ റിക്വേർഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഒരു രജിസ്റ്റർ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ രജിസ്റ്റർ ബട്ടന്റെ ടൈപ്പ് നമ്മൾ സബ്മിറ്റ് ബട്ടൺ, സബ്മിറ്റ് കൊടുക്കും. അപ്പൊ നമ്മൾ ഫോം കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ഓൺ സബ്മിറ്റ്, അതായത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യണം അല്ലെ. അപ്പൊ ഓൺ സബ്മിറ്റ് ഇവന്റിനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഫോമിന്റെ ഓൺ സബ്മിറ്റ് ഇവന്റില് ഹാൻഡിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ഞാൻ ഈ ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഹാൻഡിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ബാക്ക് എൻഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൗട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അതിലേക്ക് റിക്വസ്റ്റ് പോവുക. ഓക്കെ, അപ്പം കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു await axios.post ഓഫ് URL കൊടുക്കുക. ഞാൻ URL കൊടുക്കുകയാണ്. ഇതാണല്ലോ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ, അതായത് ബാക്ക് എൻഡിൽ server.js ഫയൽ നോക്കിയാൽ മതി. 5000 ആണ് പോർട്ട് നമ്പർ, ലോക്കൽ ഹോസ്റ്റ് ആണ്
നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയാണല്ലോ റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ റൗട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, മെയിൻ റൗട്ട് ഓതന്റിക്കേഷൻ ആണ്. ഇതിനകത്ത് ആപ്പ് റൗട്ടിനകത്ത് രജിസ്റ്റർ, ജനറേറ്റ് OTP, വെരിഫൈ OTP 3 റൗട്ട്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ രജിസ്റ്റർ റൗട്ടിനെയാണ് കോൾ ചെയ്യുന്നത്. രജിസ്റ്റർ URL രജിസ്റ്റർ ആണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഇമെയിൽ ID അതുപോലെ തന്നെ പാസ്വേഡിനെയും പാസ് ചെയ്ത് കൊടുക്കാം. സോറി, എക്സെപ്ഷൻസ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് എററിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ട്രൈ ക്യാച്ച് ബ്ലോക്കിൽ കൊടുക്കുക കേട്ടോ. കൊടുത്തില്ലേലും കുഴപ്പമില്ല. ഇൻ കേസ് എന്തെങ്കിലും എക്സെപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എറർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. രജിസ്ട്രേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൊടുക്കാം. അതിന്റെ കൂടെ നമുക്ക് ആ എറർ ഒബ്ജക്റ്റിനെയും കൂടെ അപ്പൻഡ് ചെയ്യാം. വൺസ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് 201 കോഡാണല്ലേ സെൻഡ് ചെയ്യുന്നത്, HTTP കോഡ്. കാരണം ക്രിയേറ്റ് എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കോഡ് ചെക്ക് ചെയ്തിട്ട് സക്സസ് ആണെങ്കിൽ അതിന്റെ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് കോഡ് ചെക്ക് ചെയ്യണം. റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് ഈക്വൽ ടു 201 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് മെസ്സേജ് ഫംഗ്ഷനെ കോൾ ചെയ്യുക. എന്നിട്ട് റെസ്പോൺസിൽ നമ്മൾ ഓൾറെഡി ഈ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്ററിൽ തന്നെയാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്. ഡാറ്റയിൽ മെസ്സേജിനെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്ക് ആൻഡ് കോഡ് ചെക്ക് ചെയ്താൽ മതി. അതായത് കാണിച്ചു തരാം. നമ്മൾ കൺട്രോളറിൽ രജിസ്ട്രേഷൻ ഫോമിന്റെ ആ ഒരു ഫംഗ്ഷനാലിറ്റി ഇല്ലേ, അതിൽ സെറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ. മെസ്സേജ് എന്ന് പറഞ്ഞ വേരിയബിൾ 201 രജിസ്റ്റർ ചെയ്യുമ്പോൾ 201 ആണ് സ്റ്റാറ്റസ് കോഡ് സെറ്റ് ചെയ്യുന്നത്. മെസ്സേജിന്റെ അകത്ത് യൂസർ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ദയവേത് പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് വരിക. കാരണം ഇത് അതിന്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. ഞാൻ ഈ ഒരു പ്രൊജക്ട് 2 പാർട്ടായിട്ടാണ് ചെയ്തത്. ബാക്ക് എൻഡ് ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ സെയിം വീഡിയോനെ തന്നെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടിട്ടില്ലാത്തൊരു ബാക്കിന്റെ കോഡ് നോക്കിയിട്ട് വന്നിട്ട് മാത്രം ഇത് കാണാം കേട്ടോ. അപ്ഡേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനൊന്ന് ഡിസ്പ്ലേയും കൂടെ ചെയ്യണം അല്ലേ. സോ ഞാൻ ഈ ബട്ടൺ ഡിവിഷന്റെ താഴെ വന്നിട്ട് ഒരു മെസ്സേജ് എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. മെസ്സേജ് എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്ത് ഈ മെസ്സേജിനെ സെറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ ഫോം സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് app.jxsൽ വന്നിട്ട് ഈ ഒരു കോമ്പോണന്റിനെ ഇൻക്ലൂഡ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് റൗട്ട്സ് ജനറേറ്റ് ചെയ്യണം. ഫസ്റ്റ് റൗട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രജിസ്റ്റർ റൗട്ട് ആണ്. റൗട്ട്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിയാക്ട് റൗട്ടർ ഡോം ലൈബ്രറി ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് റൗട്ട് കോമ്പോണന്റിനെ ഇമ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണന്റ് ഇല്ലേ, അതിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യുവാണ്. രജിസ്റ്റർ ഫ്രം /component/register. ഇപ്പൊ റൗട്ടർ കോമ്പോണന്റ് യൂസ് ചെയ്തിട്ട് ഈ എൻറ്റയർ കോമ്പോണന്റിനെ റാപ്പ് ചെയ്യുവാണ്. കാരണം എനിക്ക് ഒരു സിംഗിൾ പേജസ് മാത്രം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിന്റെ അകത്ത് എഗെയിൻ നമ്മൾ റൗട്ട്സ് ജനറേറ്റ് ചെയ്യണം. സോ അതിന് റൗട്ട്സ് എന്ന് പറഞ്ഞ കോമ്പോണന്റ് യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്യണം. ഇതിന്റെ അകത്ത് ഓരോ റൗട്ടായിട്ട് ജനറേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു പേജേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് റൗട്ട് ഓഫ് കോഴ്സ് നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ ബേസ് അതായത് റൂട്ട് ആയിരിക്കും അല്ലെ. റൂട്ടായിട്ടാണ് ഞാൻ ഈ രജിസ്റ്റർ ഫോമിനെ സെറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ പാത്തായിട്ട് സ്ലാഷ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഇനി എലമെന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റൗട്ട് ഇല്ലേ, അതിനെ സെറ്റ് ചെയ്യും. അതായത് രജിസ്റ്റർ കോമ്പോണന്റിനെ സെറ്റ് ചെയ്യും. അവിടെ ആ ഒരു കോമ്പോണന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് രജിസ്റ്റർ കോമ്പോണന്റ് സക്സസ്ഫുള്ളി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമെയിൽ ഐഡിയും പാസ്വേഡും ആണ്. രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു കോമ്പോണന്റിലെ, അതായത് OTP ജനറേറ്റ് ചെയ്യുന്ന കോമ്പോണന്റിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നാവിഗേറ്റ് ചെയ്ത് പോകണം. സോ ഞാൻ കോമ്പോണൻസ് ഫോൾഡറിന്റെ അണ്ടറിലെ രണ്ടാമത്തെ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. സോ ജനറേറ്റ് OTP എന്നാണ് ഫയൽ നെയിം കൊടുക്കുന്നത്. .jxs അഗൈൻ RIFC കോബ്സിപ്പറ്റ് യൂസ് ചെയ്തിട്ട് ഇതിനെയും ഇമ്പോർട്ട് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് യൂസ് സ്റ്റേറ്റ് ഹുക്ക് വേണം, അതിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആക്സിയോസിന്റെ ലൈബ്രറി വേണം, അതിനെയും ഇമ്പോർട്ട് ചെയ്യുകയാണ്.
ഇനി OTP ജനറേറ്റ് ചെയ്യുന്ന JXSന്റെ കോമ്പോണന്റ് ആണ് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എഗെയിൻ ഞാൻ എന്റെ index.css ഫയലിൽ വന്നിട്ട് ഇവിടുന്ന് രണ്ടാമത്തെ ജനറേറ്റ് OTP ഫോം എന്ന് പറഞ്ഞ ക്ലാസ്സിനെ കോപ്പി ചെയ്തിട്ട് അതിന്റെ മെയിൻ ഡിവിഷനിലെ ക്ലാസ് നെയിം ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി OTP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തേ ആവശ്യമുള്ളൂ? നമ്മൾ ഇമെയിൽ ID മാത്രമാണല്ലോ പാസ് ചെയ്ത് കൊടുക്കുന്നത്. സോ നമുക്ക് ആ ഒരു കോമ്പോണന്റ് മാത്രമേ ആവശ്യമുള്ളൂ. സോ ഈ ഫോമിന് എഗെയിൻ ഞാനൊരു h2 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ജനറേറ്റ് OTP എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എഗെയിൻ നമ്മളിവിടെ ഫോം ക്രിയേറ്റ് ചെയ്യാം. ഫോമിന് ഇപ്പൊ ഞാൻ ഫംഗ്ഷൻ എഴുതും. തൽക്കാലം ഓൺ സബ്മിറ്റ് ഇവന്റിൽ ഹാൻഡിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ നെയിം ചെയ്യുന്നുള്ളൂ. നമ്മൾ ലാസ്റ്റ് ഈ ഫംഗ്ഷനെ എഴുതും കേട്ടോ. ഫസ്റ്റ് നമുക്ക് കൺട്രോൾസ് എല്ലാം ജനറേറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ അകത്ത് എഗെയിൻ നമുക്ക് ലേബൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺട്രോൾ മാത്രമേ ഈ ഫോമിൽ ഉണ്ടാവുള്ളൂ, ഇമെയിൽ ID. ഇനി അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എഗെയിൻ ടൈപ്പ് എന്തായിരിക്കും? ഇമെയിൽ ആയിരിക്കും. അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇമെയിൽ IDനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ജനറേറ്റ് ചെയ്യണം. ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റ് ഇമെയിൽ സെറ്റ് ഇമെയിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫോമിൽ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെ കേട്ടോ. അഗൈൻ യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്യുക. ഇനിഷ്യൽ വാല്യൂ empty ആയിരിക്കും, അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വൺസ് ഈ OTP ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് മെസ്സേജും ഫംഗ്ഷനും സെറ്റ് ചെയ്തെടുക്കുക. ഈക്വൽ ടു അഗെയിൻ യൂസ് സ്റ്റേറ്റ് ഹുക്ക് ഇത്തരം രണ്ട് പ്രോപ്പർട്ടീസ് മതി. നമുക്ക് അഗെയിൻ ഇവിടെ വന്നിട്ട് ഇൻപുട്ട് ബോക്സിന്റെ നമുക്ക് കാണുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് വാല്യൂ ആയിട്ട് ഇപ്പൊ നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇമെയിൽ IDനെ സെറ്റ് ചെയ്തെടുക്കുക. അഗെയിൻ ഓൺ ചേഞ്ച് ഇവന്റ് ഇതിൽ സെറ്റ് ഇമെയിൽ ഫംഗ്ഷനെ കോൾ ചെയ്യുക. e.target.value. ഫൈനലി ഒരു ബട്ടണും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ജനറേറ്റ് OTP എന്നാണ് ബട്ടൺ നെയിം കൊടുക്കുന്നത്. ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് ബട്ടൺ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ മെസ്സേജ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മീൻസ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് മെസ്സേജിനെ സെയിം കൺട്രോൾ ആയതുകൊണ്ട് കേട്ടോ ഞാനിത് സെയിം കൺട്രോൾസും കാര്യങ്ങളും തന്നെ ആയതുകൊണ്ട് കേട്ടോ ഞാൻ സ്പീഡിൽ പറഞ്ഞത്. ഒന്നുമില്ല, ഒരു OTP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ ഒരു ലേബലും ഇൻപുട്ട് ബോക്സും ബട്ടണും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫൈനലി ഇതിന്റെ ഓൺ സബ്മിറ്റ് ഇവന്റ് മെയിൻ കാര്യം, അതായത് നമുക്ക് റിക്വസ്റ്റ് പോകണല്ലോ OTP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിനെ എഴുതാം. കോൺസ്റ്റ് ഹാൻഡിൽ സബ്മിറ്റ് അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. ആരോ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാം. ഇതിന്റെ അകത്ത് അഗൈൻ ട്രൈ ക്യാച്ച് ബ്ലോക്ക് എറർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എറർ എന്ന് പറഞ്ഞിട്ട് ഫെയിൽഡ് ടു ജനറേറ്റ് OTP എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓപ്പൺ ബ്രാക്കറ്റ് മെസ്സേജ് പാസ് ചെയ്തതാണ്. അതിന്റെ കൂടെ ആ എററിനെയും കൂടെ ഒന്ന് കൺകാറ്റിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ട്രൈ ബ്ലോക്കിൽ ആക്സസ് റിക്വസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണം. കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു അവൈഡ് സ്പേസ് ആക്സിയോസ് ഡോട്ട് പോസ്റ്റ് ഓഫ് നമ്മുടെ URL. ഇതാണല്ലോ OTP ജനറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കൺട്രോളറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ബാക്ക് ആൻഡ് ഫോൾഡറിൽ കൺട്രോളേഴ്സിൽ .js ഫയലിൽ രണ്ടാമത്തത് ജനറേറ്റ് OTP നോക്കിയാൽ മതി. ഈ ഒരു URL ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. അത് കൊടുക്കുക. ഫൈനലി നമ്മൾ ഇതിന്റെ പാരാമീറ്റേഴ്സും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ കേസിൽ പാസ് ചെയ്യാനുള്ളത് ഇമെയിൽ ID മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇമെയിലിനെയും പാസ് ചെയ്ത് കൊടുക്കുക. വൺസ് ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, അതായത് നമ്മൾ അവിടുന്ന് ഞാൻ എടുത്ത ഫയൽ തന്നെ ചെക്ക് ചെയ്താൽ മതി. സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 200 ആണ് നമ്മൾ സക്സസ് മെസ്സേജ് പാസ് ചെയ്യുന്നത്, മീൻസ് കോഡ് പാസ്, സ്റ്റാറ്റസ് കോഡ് പാസ് ചെയ്യുന്നത്. അഗെയിൻ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് ഈക്വൽ ടു 200 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, സെറ്റ് മെസ്സേജ് ആയിട്ട് നമ്മളിപ്പം റെസ്പോൺസിന്റെ അകത്ത് ഡോട്ട് എന്താണോ നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് ആ മെസ്സേജിനെ സെറ്റ് ചെയ്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ OTP പേജ്. ഒരു സിമ്പിൾ ആയിട്ടൊരു ഇമെയിൽ ID മാത്രമേ നമ്മളോട് കൊടുക്കേണ്ടേ ഉള്ളൂ. അവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു URL-ലേക്ക് റിക്വസ്റ്റ് പോയി അവിടുന്ന് OTP ജനറേറ്റ് ചെയ്ത് നമ്മുടെ ഇമെയിൽ ID-യിലേക്ക് സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്തിട്ട് ഈ ഒരു മെസ്സേജ് ആയിരിക്കും, അതായത് OTP സെൻഡ് ടു ഇമെയിൽ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. നമ്മൾ എന്ത് ചെയ്യണം, ഇമെയിൽ ID പോയി ആ OTP എടുത്ത് നമ്മുടെ വെരിഫിക്കേഷന്റെ പേജിൽ പോയി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഇനി ഞാൻ app.jxs വന്നിട്ട് ഇതിനും കൂടി ഒരു റൂട്ട് ജനറേറ്റ് ചെയ്യുവാണ്. ഈ കോമ്പോണന്റിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. ജനറേറ്റ് OTP കോമ്പോണൻസിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. അഗെയിൻ ഇതിനൊരു റൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. പാത്ത് എന്ന് പറയുന്നത് /generate OTP എന്ന് കൊടുക്കും. എലമെന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജനറേറ്റ് OTP കോമ്പോണന്റും സെറ്റ്. അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രോസസ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യണമെന്ന്. അതായത് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ട് OTP ഫോമിലേക്ക് പോകണം. അപ്പൊ നമ്മളിവിടെ നാവിഗേറ്റ് ചെയ്യണം, അല്ലെ ഓട്ടോമാറ്റിക് ആയിട്ട് നാവിഗേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് റൗട്ടർ റോമിലെ യൂസ് നാവിഗേറ്റ് ഹുക്കിനെയാണ് യൂസ് ചെയ്യുന്നത്. യൂസ് നാവിഗേറ്റ് ഹുക്കിനെ കോൾ ചെയ്തിട്ട് നാവിഗേറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. യൂസ് നാവിഗേറ്റ് ഹുക്കിനെ പാസ് ചെയ്ത് എന്നിട്ട് നമ്മൾ 201 അതായത് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഈ നാവിഗേറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അതിന്റെ ഫസ്റ്റ് റൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റൂട്ട് ഓൾറെഡി app.jxs ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജനറേറ്റ് OTP എന്ന് പറഞ്ഞിട്ട് ഇതിനെ പാസ് ചെയ്ത് കൊടുക്കുക. കോമ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഇമെയിൽ ഐഡിയും കൂടെ, അതായത് OTP ജനറേറ്റ് ചെയ്യുന്ന ഇമെയിൽ രജിസ്റ്റർ ചെയ്ത് സെയിം ഇമെയിൽ ID തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാനതിന്റെ സ്റ്റേറ്റ് ആയിട്ട് ഈ ഒരു ഇമെയിൽ IDനെയും കൂടെ പാസ് ചെയ്യും. ഫൈനൽ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് വെരിഫൈ OTP കോമ്പോണന്റും കൂടെ ജനറേറ്റ് ചെയ്യണം. എഗെയിൻ കോമ്പോണൻസിന്റെ ഫോൾഡറിന്റെ അണ്ടർ വരിക, വെരിഫൈ OTP.jxs ഫയല് ക്രിയേറ്റ് ചെയ്യുക. RIFC കോഡ് സ്നിപ്പറ്റ് യൂസ് ചെയ്തിട്ട് എഗെയിൻ ഈ ഫങ്ഷണൽ കോമ്പോണന്റ് ജനറേറ്റ് ചെയ്യാം. ഇവിടെയും നമുക്ക് യൂസ് സ്റ്റേറ്റ് ഹുക്ക് വേണം, അതിനെ ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ആക്സിയോസിന്റെ ലൈബ്രറി വേണം, അതിനെ ഇമ്പോർട്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ റൗട്ടർ ഡോമിന്റെ യൂസ് ലൊക്കേഷൻ ഹുക്കിനെയും കൂടി ആക്സസ് ചെയ്യുവാണ്. അതായത് നമുക്ക് OTP വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതിന്റെ ഫങ്ഷണൽ കോമ്പോണന്റ് ഡിസൈൻ ചെയ്യുവാണ്. എഗെയിൻ നമുക്ക് index.css ഫയലിൽ വന്നിട്ട് വെരിഫൈ OTP ആ ഒരു ക്ലാസ്സും കൂടെ എടുത്ത് ഈ മെയിൻ കണ്ടെയ്നർ ഡിവിഷന് സെറ്റ് ചെയ്ത് കൊടുക്കാം, ക്ലാസ് നെയിം ആയിട്ട്. ഇനി ഇവിടെ ആകെ നമുക്ക് ഒരു കോമ്പോണന്റ് മാത്രം മതിയല്ലോ, അതായത് OTP എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് മതി. ഇനി നിങ്ങൾക്ക് നോർമൽ ആയിട്ട് നമ്മൾ OTP വെരിഫിക്കേഷന്റെ സമയത്ത് കാണുന്ന ഒരു ബോക്സ് ഇല്ലേ, ഒരു ചെറിയ 6 ബോക്സസ് അങ്ങനെയും ജനറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഒരു സിമ്പിൾ ടെക്സ്റ്റ് ബോക്സ് ആണ് കൊടുക്കുന്നത്. എഗെയിൻ ഒരു S2 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് വെരിഫൈ OTP എന്നൊരു ഹെഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എഗെയിൻ ഫോം ക്രിയേറ്റ് ചെയ്യുവാണ്. ഓൺ സബ്മിറ്റിൽ ഹാൻഡിൽ സബ്മിറ്റ് ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യണം, OTP എന്നാണ് ക്യാപ്ഷൻ കൊടുക്കുന്നത്. പിന്നെ OTP എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻപുട്ട് ബോക്സ് കൊടുക്കുക. അപ്പം ഇതിന്റെ ടൈപ്പ് നോർമൽ ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വാല്യൂ സെറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ വാല്യൂവിന് വേണ്ടിയിട്ട് അഗെയിൻ നമുക്ക് സ്റ്റേറ്റ് പ്രോപ്പർട്ടി ജനറേറ്റ് ചെയ്യണം. നമുക്കിവിടെ OTP ആണ് വരുന്നത്. സെറ്റ്
OTP എന്ന് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നു. യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്തിട്ട് empty വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുന്നു. അഗെയിൻ റെസ്പോൺസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജും സെറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു ലൊക്കേഷൻ മസ്റ്റ് യൂസ് ലൊക്കേഷൻ എന്നില്ലേ, ആ ഫംഗ്ഷനെയും കൂടെ കോൾ ചെയ്യുവാണ് യൂസ് ലൊക്കേഷൻ. ഇനി ഇതിന്റെ വാല്യൂ ആയിട്ട് ഈ OTP ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓൺ ചേഞ്ച് ഇവന്റ് എടുക്കുക, സെറ്റ് OTP. target.value മാൻഡേറ്ററി ആയതുകൊണ്ട് റെക്കോർഡും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ എഗെയിൻ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. ബട്ടൺ OTP വെരിഫൈ OTP എന്ന് ബട്ടൺ ക്യാപ്ഷൻ കൊടുക്കുന്നു. ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് കൊടുക്കും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മെസ്സേജ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് മെസ്സേജിനെ കാണിച്ചു കൊടുക്കുക. ഇനി ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് ഈ ഹാൻഡിൽ OTP എന്ന് പറഞ്ഞിട്ടുള്ള ഫോം സബ്മിറ്റ് ചെയ്യുമ്പോഴുള്ള ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. ആരോ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുക. ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. സെറ്റ് മെസ്സേജ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഫെയിൽഡ് ടു വെരിഫൈ OTP ഓർ OTP എക്സ്പേർഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുക്കുക. ഇനി നമുക്ക് OTP നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിക്വസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റ് റെസ്പോൺസ് ബാക്ക് ആൻഡ് കോള് ഇംപ്ലിമെന്റ് ചെയ്യുക. അവൈറ്റ് ആക്സിയോസ് ഡോട്ട് പോസ്റ്റ് ഓഫ് URL കൊടുക്കുക. ഇപ്പൊ നമ്മുടെ URL വെരിഫൈ OTP എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കൺട്രോളറിൽ കണ്ടില്ലേ, അതായിരിക്കും. ഇനി OTP വെരിഫൈ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കണം അല്ലെ. എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് ഇമെയിൽ ID വേണം. രണ്ടാമത്തെ കേസ് OTP നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന OTP വേണം. ഇനി ഇമെയിൽ ID നമുക്ക് എവിടുന്നാ കിട്ടുക? നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന പേജിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വെരിഫൈ OTPയിലേക്ക് വരണം. സോ ഈ ജനറേറ്റ് OTP ഫംഗ്ഷനിൽ നമ്മൾ ഈ സ്റ്റേറ്റ് പാസ് ചെയ്ത് കൊടുക്കണം. OTPന്റെ ഇമെയിൽ ID പാസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ജനറേറ്റ് OTPയിൽ വരിക. റൗട്ടർ ഡൊമീന് എഗെയിൻ നാവിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റൗട്ടിനെ എടുക്കുക. നാവിഗേറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഇത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ നാവിഗേറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്ത്, അപ്പം ഇവിടെ നമ്മൾ റൂട്ട് ജനറേറ്റ് ചെയ്തിട്ടില്ല. റൂട്ട് ജനറേറ്റ് ചെയ്യും. വെരിഫൈ OTP എന്നാണ് റൂട്ട് നെയിം കൊടുക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ആയിട്ട് ഈ ഇമെയിലിനെയും കൂടെ പാസ് ചെയ്യാം. വെരിഫൈ OTPയിൽ ഇമെയിൽ ID ആക്സസ് ചെയ്യാൻ പറ്റും. ഇമെയിൽ ഈക്വൽ ടു ഈ ലൊക്കേഷനിൽ നിന്ന് സ്റ്റേറ്റിനെ ആക്സസ് ചെയ്യാം. എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഇമെയിൽ ഈ ഒരു വേരിയബിളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ URLന്റെ 2 പാരാമീറ്റേഴ്സ്, അതായത് ഫസ്റ്റ് പാരാമീറ്റർ ഇമെയിലും രണ്ടാമത്തത് OTPയും പാസ് ചെയ്തു. ഫോൺസിന്റെ സ്റ്റാറ്റസ് കോഡ് ചെക്ക് ചെയ്യുക. 200 വൺസ് ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ മെസ്സേജ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ OTP. അപ്പൊ രജിസ്റ്റർ ഫോമിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് OTPയിലേക്ക് വരും. അവിടുന്ന് വെരിഫൈ OTPയിലേക്ക് വരും. ഇനി നമ്മൾ ഫൈനലി app.jxsന്റെ ഫയലിൽ വന്നിട്ട് ഈ ജനറേറ്റ് OTPക്കും ഒരു റൗട്ട് ജനറേറ്റ് ചെയ്യണം. ഓൾറെഡി നമ്മൾ
വെരിഫൈ ഒ ടി പിക്ക് ജനറേറ്റ് ഒ ടി പിയില് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് വെരിഫൈ ഒ ടി പി എന്ന് പറഞ്ഞ കോമ്പോണന്റിനെ ആക്സസ് ചെയ്യുവാണ്. ഇനി അതിനൊരു റൂട്ട് ക്രിയേറ്റ് ചെയ്യണം. റൂട്ട് പാത്തായിട്ട് ഇപ്പൊ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെരിഫൈ ഒ ടി പിനെ കൊടുക്കുക. എലമെന്റ് ആയിട്ട് നമ്മളിപ്പം എടുത്തു വെച്ചിരിക്കുന്ന വെരിഫൈ ഒ ടി പി കോമ്പോണന്റ് കൊടുക്കുക. അപ്പൊ ഇത്രയുള്ള നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് എല്ലാ കോമ്പോണൻസും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റൗട്ട്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൗസറിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇന്റർഫേസിൽ വന്നിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കുകയാണ്. ഇത് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ഒ ടി പിന്റെ ഫയലിലേക്ക് പോകും. അഗെയിൻ നമ്മളിവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, ജനറേറ്റ് ഒ ടി പി കൊടുക്കുക. ഇപ്പൊ ഒ ടി പി സെൻഡ് ടു മെയിൽ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് വെരിഫൈ ഒ ടി പി പേജിലേക്ക് പോയി. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ മെയിൽ ഐ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇതാ നമ്മുടെ ഒ ടി പി കോഡ് നമ്മുടെ ആ മെയിൽ ഐ ഡിന്ന് വന്നിട്ടുണ്ട്. സോ ഞാൻ ഈ ഒ ടി പിന്റെ കോഡ് ഒന്ന് കോപ്പി ചെയ്ത് വെരിഫൈ ഒ ടി പിയിൽ വന്നിട്ട് കൊടുത്ത് വെരിഫൈ ഒ ടി പി. ഓക്കെ, ഒ ടി പി വെരിഫൈഡ് സക്സസ്ഫുള്ളി, ലോഗിൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഇപ്പൊ നിങ്ങളുടെ ആക്ച്വൽ പ്രൊജക്ട് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ വെരിഫൈ ഒ ടി പി കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് ആയിരിക്കും പോവുക, അതായത് നിങ്ങളുടെ പ്രൊജക്ടിന്റെ ഹോം പേജിലേക്ക്. നമുക്കിപ്പോ അങ്ങനെ ഒരു ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം കൊടുത്ത് നിർത്തും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സോഴ്സ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.